ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. എൻട്രിയുടെ ടെക്നിക്കൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് PWD ഇറിഗേഷൻ സെക്കൻഡ് ഗ്രേഡ് ഓവർസിയറിന് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നമുക്കത് ഓൾറെഡി നമ്മുടെ പ്രൊഫൈലിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ റാങ്ക് ലിസ്റ്റ് തീരുന്നത് 5th month of 2022 ആണ്. നമുക്ക് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5th month of 2022 ആണ് നമുക്ക് ആ ഒരു ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. ഓക്കെ, പക്ഷേ നമുക്ക് നോക്കിക്കേ, നമ്മുടെ LSTD-A എന്ന് പറയുന്ന 4th month എക്സ്പയർ ആവുന്ന ഒരു ലിസ്റ്റാണ്. പക്ഷേ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. സോ ഇറ്റ്സ് ആൻ ഇൻഡിക്കേഷൻ ദാറ്റ് നമ്മുടെ LSTD-Aയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പോൾ LSTD-A എന്ന് പറയുന്നത് നമ്മുടെ കേരള PSC ടെക്നിക്കൽ സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ച് വളരെ ഒരു നല്ല ഗോൾഡൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ AE പോസ്റ്റുകൾ വരികയും ഏറ്റവും കൂടുതൽ പേർക്ക് നിയമനം ലഭിക്കുകയും ചെയ്യുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 2015 ലാസ്റ്റ് നടന്ന എക്സാം എടുത്തു കഴിഞ്ഞാൽ മെയിൻ ലിസ്റ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയി. 2020 ലിസ്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓപ്പൺ കാറ്റഗറി 212ാമത്തെ റാങ്ക് വരെ ഫില്ലായി. 400 സംതിങ് ആണ് നമ്മുടെ മെയിൻ ലിസ്റ്റിലുള്ളത്. ടോട്ടൽ നമ്പർ ഓഫ് അഡ്വൈസേഴ്സ് 289 എണ്ണം പോയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഒരു സെനാറിയോ വരുന്നത്. എന്തായാലും 100ന് പുറത്ത് അഡ്വൈസ് പോകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഈ LSTD-AE എന്ന് പറയുന്നത്. സോ നോട്ടിഫിക്കേഷൻ നമ്മൾ അവൈറ്റ് ചെയ്തിരിക്കുകയാണ്, എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പം നമ്മളൊരു നവംബറിന് മുന്നേ തന്നെ എൻട്രിയിൽ നമ്മൾ ടെക്നിക്കൽ കോഴ്സുകളിൽ LSTD-Aയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർമൽ ബാച്ച് ആൻഡ് ഗോൾഡ് ബാച്ച് ഉണ്ട്. നമുക്കൊരു 8 ഗോൾഡ് ബാച്ച് ഇപ്പോൾ ഓൾറെഡി ഫില്ലാണ്. അപ്പം നമുക്ക് ഇനിയും നമ്മുടെ ഗോൾഡ് ബാച്ചസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ലൈക്ക് ടു ജോയിൻ വിത്ത് അസ് ആൻഡ് സ്റ്റഡി, നമുക്കൊരു ഗോൾഡ് ബാച്ചിൽ ചേർന്ന് എൻ്റെ മെൻറ്റർഷിപ്പോട് കൂടി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ അക്കാഡമിക് കൗൺസിലർ നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ മാത്രമല്ല വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇനി ടൈം കളയാനില്ല. ഇനി എപ്പോൾ വേണമെങ്കിലും നോട്ടിഫിക്കേഷൻ വരാം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ദി ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ നോട്ടിഫിക്കേഷൻ ആൻഡ് എക്സാമിനേഷൻ ഒരുപാട് വലുത് ആയിരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ LSTD എക്സാമിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി എങ്ങനെ ഇതിനെ അപ്രോച്ച് ചെയ്യാം ഇനിയുള്ള ടൈമിൽ എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം ഇതൊരു ബിഗ് ജേണിയാണ്. അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് നമ്മളൊരു കരിയറിലേക്ക് സ്റ്റേബിളായിട്ട് കയറുന്ന ഒരു വലിയ ജേണിയാണ്. അപ്പോൾ ഈ ജേണി എന്ന് പറയുന്നത് ചെറിയ സ്റ്റെപ്പിലൂടെയാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഓരോ മൈന്യൂട്ട് കാര്യങ്ങളും ഇറ്റ് മാറ്റേഴ്സ്. ലൈക്ക് നമ്മളൊരു നമ്മളൊരു സീഡിട്ട് അതൊരു വലിയ ചെടിയായി വന്നത് ഫ്രൂട്ട് തരുന്ന പോലെ തന്നെ ഓരോ ചെറിയ സ്റ്റേജസ് ഉണ്ട്. ആ സ്റ്റേജുകളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചാൽ മാത്രമേ ലിസ്റ്റിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമുക്കറിയാം നമ്മുടെ ആസ്പിറൻസിനെ നമുക്ക് മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് നിയോഫൈറ്റ്സും രണ്ടാമത്തെ റിപ്പീറ്റേഴ്സും ആണ്. നിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കാണ്. അപ്പം നമുക്കിപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ലെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റ് വരെ നോട്ടിഫിക്കേഷൻ വന്നില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഫൈനൽ ഇയേഴ്സിന് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കഴിഞ്ഞ വർഷം പാസ് ഔട്ട് ആയവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. 2021 ഈ എക്സാം നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം അതിനുശേഷം പാസ് ഔട്ട് ആയിട്ടുള്ളവരെല്ലാം ചിലപ്പോൾ AE എക്സാംസിനൊരു ബിഗിനർ ആയിരിക്കാം. PWD ഇറിഗേഷൻ 2023 എഴുതിയവരൊഴിച്ച് ബാക്കി എല്ലാവരും നിയോഫൈറ്റ്സ് തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് ഒക്കെ BTech പഠിക്കുന്നവരൊക്കെ പാസ് ഔട്ട് ആയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അവരൊക്കെ നിയോഫൈറ്റ്സ് ആണ്, ബിഗിനറാണ്. ഒരു AE എക്സാമിനെ ആദ്യമായി ഫേസ് ചെയ്യുന്ന ഒരാളായിരിക്കും. ഓൾറെഡി എക്സാംസ് എഴുതി പഠിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും, ബട്ട് നമ്മൾ പ്രാക്ടിക്കലി അല്ലെങ്കിൽ നമ്മൾ ലൈവായിട്ടൊരു AE എക്സാം ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ദെൻ റിപ്പീറ്റേഴ്സ് ഉണ്ട്, ഓൾറെഡി എക്സാംസ് ഒക്കെ എഴുതുന്നുണ്ട്, റാങ്ക് ലിസ്റ്റിൽ താഴെ വരുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വരുന്നുണ്ട്, പക്ഷേ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് കടക്കുന്നില്ല. അവരാണ് റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നിയോഫൈറ്റ്സിനെല്ലാം പുതിയതായിട്ട് തുടങ്ങണം. അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റ് എടുത്ത് അല്ലെങ്കിൽ ഫസ്റ്റ് സിലബസ് പഠിച്ച് സിലബസിൽ വെയിറ്റേജ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്ത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കി ക്ലാസ്സസ് പ്രോപ്പർലി നമ്മൾ സെലക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്ലാസ്സസ് സെലക്ട് ചെയ്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ച് അവരെ കൂടെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ടാസ്ക്. അത് ചെയ്ത് കഴിഞ്ഞിട്ടും നോട്ട്സ് എഴുതി, റിവിഷൻ നോട്ട്സ് എഴുതി, പിന്നെ അതൊക്കെ ഓരോ സ്റ്റേജസ് ആയിട്ട്. അപ്പോൾ അതിന് നമുക്കൊരു 6 months പിടിക്കാം. 6 months നമുക്ക് കംപ്ലീറ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുണ്ട്. സോ പിന്നെ റിപ്പീറ്റേഴ്സിനാണെങ്കിൽ ഈ പഠിച്ചതെല്ലാം തന്നെ ഒന്ന് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻസിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റഡി പ്ലാൻ എന്ന് പറയുന്നത്
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യം നമ്മുടെ നമുക്ക് ആദ്യം പഠിക്കുന്നതിന് മുന്നേ ഫസ്റ്റ് പറയാനുള്ള കാര്യം നമ്മുടെ എയിം വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. അതായത് ഇപ്പോൾ നമുക്ക് ഓവർസിയർ എക്സാംസ് വരും, എക്സാംസ് വരും. അപ്പോൾ ആദ്യം എക്സാം പഠിച്ചിട്ട് പകുതിക്ക് വെച്ച് എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഓവർസിയർ പഠിക്കാം എന്ന് പറഞ്ഞ് സ്വിച്ച് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി അത് ചെയ്യാൻ പാടില്ല. ആദ്യം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ എയിം, അതിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് അതിന് വേണ്ടി തന്നെ സ്റ്റാർട്ടിങ് ടു എൻഡ് പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യണം ക്വസ്റ്റ്യൻസ്. ബിക്കോസ് അതിൻ്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി നിയോഫൈറ്റ്സിന്, അതായത് പുതിയതായിട്ട് എക്സാം എഴുതുന്ന കുട്ടികൾക്ക് അറിഞ്ഞിരിക്കണം. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി അതിൻ്റെ ലെവൽ ഓഫ് ഡിഫിക്കൽട്ടി ആദ്യമേ മനസ്സിലാക്കണം. പിന്നെ എല്ലാ സബ്ജക്ട്സിനും ഒരു റെഫറൻസ് ബുക്ക് നിങ്ങൾ വെക്കണം. അതായത് ഇപ്പം നമ്മൾ ക്ലാസ് കേട്ട് പഠിക്കുന്നു, അത് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പുതിയ ഏതെങ്കിലും കോൺസെപ്റ്റുകൾ വരും. അപ്പോൾ പുതിയ കോൺസെപ്റ്റുകൾ വരുമ്പോഴത്തേക്ക് ചിലപ്പോൾ ആ ഗൈഡിനകത്ത് പറഞ്ഞിരിക്കുന്ന ഫോമുലയിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുമോ, അല്ല നിങ്ങൾക്ക് അത് കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി എപ്പോഴും എല്ലാ സബ്ജക്ട്സിനും ഒരു സ്റ്റാൻഡേർഡ് ബുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ബുക്ക്സ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മുടെ വെബിനാർസിൽ നമ്മൾ ഫൗണ്ടേഷൻ വെബിനാർ നടത്തിയിട്ടുണ്ട്, ഒരുപാട് നമ്മൾ ബ്രിഡ്ജ് കോഴ്സ് നടത്തിയിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് വെബിനാർസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലൈവ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നോക്കിയാൽ മതി. അപ്പോൾ അതിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ വീണ്ടും വേണമെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് റെഫറൻസ് ബുക്കിന് വേണ്ടി മാത്രം ചെയ്യാം. അപ്പോൾ റെഫറൻസ് ബുക്ക് എപ്പോഴും ഒരെണ്ണം വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്ട്രാറ്റജി എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 8 മാസം എന്ന് പറയുന്നത് ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സാഗ്രേഷൻ ആണെന്ന് ഞാൻ പറയും. ഒരു 7 months 8 months ഓഫ് കോഴ്സ് ചിലപ്പം ഉണ്ടായിരിക്കും, 8 മാസം ചിലപ്പോൾ ഇനി ഒരു LSCD AE എക്സാമിന് ഇന്ന് തൊട്ട് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ ക്ലബ് ദ സബ്ജക്ട്സ് എപ്പോഴും സെലക്ട് ചെയ്യുന്ന സമയത്ത് വെയിറ്റേജ് നോക്കണം, ആദ്യത്തെ കാര്യം. പിന്നെ വെയിറ്റേജ് മാത്രം നോക്കിയാൽ പോരാ. ചിലപ്പോൾ വെയിറ്റേജ് ഉള്ള ഒരു സബ്ജക്റ്റ് നിങ്ങൾ ഭയങ്കര പുലിയായിരിക്കും, വെയിറ്റേജ് കുറവുള്ളത് നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. പക്ഷെ നമുക്ക് എന്നും പറഞ്ഞ സബ്ജക്ട്സിനെ വേർതിരിച്ച് കളയാൻ പറ്റത്തില്ല. ബിക്കോസ് കോമ്പറ്റീഷൻ ലെവൽ ഇസ് വെരി ഹൈ. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സബ്ജക്ട്സും എല്ലാ മാർക്കുള്ള സബ്ജക്ട്സും ഈക്വൽ വെയിറ്റേജ്, ഓരോ മാർക്കും നമുക്ക് മാറ്റർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് സബ്ജക്റ്റ് ക്ലബ് ചെയ്യാൻ പറ്റുന്ന ഓരോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ യു ക്യാൻ ക്ലബ് എ തിയറി സബ്ജക്റ്റ്, ഒരു തിയറി സബ്ജക്റ്റും ഒരു കോൺസെപ്ച്വൽ ലെവലിലെ സബ്ജക്റ്റ് കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലബ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ മാസം യു ക്യാൻ ക്ലബ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, ബിക്കോസ് മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് ആണ് നമ്മുടെ സ്ട്രക്ചറൽ സബ്ജക്ട്സിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്ന തിയറി സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാം. സെക്കൻഡ് മന്ത് ആകുമ്പം കൺക്രീറ്റ് ടെക്നോളജി RCC, ബിക്കോസ് ഇത് രണ്ടും കണക്റ്റഡ് ആണ്. ദെൻ GTE എൻവയൺമെൻറ്റൽ DSS, എൻവയൺമെൻറ്റൽ ഒരു മാസം കൊണ്ട് തീർന്നില്ലെങ്കിൽ ദെൻ 5th month ട്രാൻസ്പോർട്ടേഷൻ സർവേയിങ്, 6th month എസ്റ്റിമേഷൻ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്, 7th month STA കൺസ്ട്രക്ഷൻ മാനേജ്മെൻറ്റ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, ദെൻ 8th month FM RCC. ഇപ്പോൾ ഇവിടെ RCC ഒക്കെ റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് വെച്ചാൽ RCC ഒക്കെ കുറച്ച് വെയിറ്റേജ് കൂടുതലാണ്. 17 മാർക്ക് RCC എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് മാത്രം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ 2 തവണ കൊടുത്തിട്ടുള്ളത്. പിന്നെ എഗെയിൻ ഞാൻ ഈ ക്ലബ്ബ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പ്രകാരമാണ്. യു ക്യാൻ സ്വാപ്പ് ദ സബ്ജക്ട്സ്, നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്ത് പഠിക്കാം. കണക്ഷൻ ഉള്ള സബ്ജക്ട്സ് ആദ്യം പഠിച്ചിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലത്. മോസ് തീരാതെ പോയി ST ഒന്നും ആദ്യം എടുത്തിടരുത്. ബിക്കോസ് മോസ് ആദ്യം പഠിച്ചിട്ട് വേണം STA RCC സ്റ്റീലൊക്കെ പഠിക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എപ്പോഴും ഒരെണ്ണം തിയറിയും ഒരെണ്ണം കോൺസെപ്ച്വൽ ലെവലും ഉള്ളതായിട്ട് ക്ലബ് ചെയ്യുക. അപ്പോൾ തിയറി കുറേ വായിച്ച് പഠിക്കുമ്പോൾ പിന്നീട് കോൺസെപ്ച്വൽ ലെവൽ ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ആ ഒരു ബോറടി മാറ്റാനായിട്ട് സാധിക്കും. ഇതിൻ്റെ കൂടെ തന്നെ മെയിനായിട്ടൊരു കാര്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് 1 മണിക്കൂറത്തേക്ക് അതിന് വേണ്ടി മാത്രം തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി ലോങ് ടേം പ്ലാൻ, 1 year പ്ലാൻ എന്ന് പറയുന്നത് ഇനി ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഫീസിബിൾ. ഈ പറഞ്ഞ 8 മാസത്തെ തന്നെ നമുക്ക് വീണ്ടും മന്തുകളായി തരം തിരിച്ച് നമുക്ക് സിലബസ് സ്പ്ലിറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു ഒരിക്കലും സ്കിപ്പ് ചെയ്ത് പഠിക്കരുത്, എല്ലാ ടോപ്പിക്സും പഠിക്കുന്നതായിരിക്കും നല്ലത്. ദെൻ സബ്ജക്ട് വൈസ് പ്ലാൻ എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളൊരു സബ്ജക്റ്റ് എടുക്കുന്നു, ഇപ്പം നമ്മളെ എൻട്രിയിൽ ഗോൾഡ് ബാച്ചിനൊക്കെ ഫോളോ ചെയ്യുന്ന ഈ സബ്ജക്ട് വൈസ് പ്ലാൻ ആണ്. നമ്മളൊരു സബ്ജക്റ്റ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അടുത്ത സബ്ജക്റ്റിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ സബ്ജക്റ്റ് തറവാകുന്നു. അപ്പോൾ നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ടെസ്റ്റുകൾ, ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ ഒക്കെ എഴുതി ഓരോ സബ്ജക്ട്സും മാസ്റ്റർ ചെയ്ത് പോകാം. അപ്പോൾ സബ്ജക്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഗോ ഫോർ ഹയർ വെയിറ്റേജ് സബ്ജക്റ്റ് സെലക്ട് ചെയ്ത് പോകാൻ നോക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സബ്ജക്ട്സ് എഴുതുക. അതുപോലെ തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോബ്ലമാറ്റിക് പാർട്ടിൽ നിന്നാണോ തിയറട്ടിക്കൽ പാർട്ടിലാണോ എന്ന് നോക്കുക.
പിന്നെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക, റിവിഷൻ നോട്ട്സ് ഉണ്ടാക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുക, എന്നിട്ട് ആ സബ്ജക്റ്റ് മാസ്റ്റർ ചെയ്ത് കൊണ്ടു. അപ്പം ഒരു സബ്ജക്റ്റ് തീർന്ന് അടുത്ത സബ്ജക്റ്റ് തുടങ്ങുമ്പോൾ ഈ സബ്ജക്റ്റ് മറന്നു ഓഫ് കോഴ്സ് അല്ലേ. അപ്പം ഇതിൻ്റെ സെക്കൻഡ് സബ്ജക്റ്റിനോടൊപ്പം തന്നെ ഫസ്റ്റ് സബ്ജക്റ്റ് റിവൈസ് ചെയ്യാനും കൂടി നോക്കുക. ഓക്കെ, ഇനി ഡെയിലി പ്ലാൻ ഉണ്ട്. ഡെയിലി പ്ലാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം ഇത്രയും മണിക്കൂർ പഠിക്കുന്നു, ടൈമിനേക്കാളും കോൺസെപ്റ്റ് ലെവൽ അല്ലെങ്കിൽ ഫ്രൂട്ട്ഫുൾ ആയിട്ട് എത്ര നേരം പഠിക്കുന്നു. 6 മണിക്കൂർ ഞാൻ പഠിച്ചു, പക്ഷെ അതിന് ഇൻ എഫക്റ്റ് 2 മണിക്കൂറത്തെ ഗുണമുള്ളെങ്കിൽ കാര്യമില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ 2 മണിക്കൂർ പഠിക്കുന്നെങ്കിൽ 2 മണിക്കൂർ യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഇന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഇന്ന് പഠിച്ചത് റിവൈസ് ചെയ്തിട്ട് ഉറങ്ങാൻ നോക്കുക. അടുത്ത ദിവസത്തെ പ്ലാൻ ചെയ്ത് വെക്കുക. പിന്നെ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയം അല്ലെങ്കിൽ 1 മണിക്കൂർ, അരമണിക്കൂർ നമ്മൾ PYQ അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ആൻസർ നോക്കി അത് പിന്നെ ഒരു ബുക്കിൽ സെപ്പറേറ്റ്ലി എഴുതി വെക്കുക. പിന്നീട് റിവിഷൻ ടൈമിൽ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെങ്കിൽ പുതിയ കൺസെപ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ വീണ്ടും പഠിക്കാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, ഇനി റിവിഷൻ പ്ലാൻ വേണം. നമുക്ക് എപ്പോഴും 70 തൊട്ട് 80% സ്റ്റഡി ആൻഡ് ബാക്കി 20 തൊട്ട് 30% റിവിഷനാണ് നമുക്ക് എഫക്റ്റീവായിട്ട് വരിക. അപ്പോൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിച്ചത് നിർബന്ധമായി റിവൈസ് ചെയ്യണം. അപ്പോൾ റിവൈസ് ചെയ്യാനായിട്ട് ഒരു റിവിഷൻ പ്ലാൻ വെക്കണം. അതായത് ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 5 ദിവസം പഠിക്കുക ആൻഡ് ഓപ്റ്റ് 2 days ഫോർ റിവിഷൻ. 2 ദിവസം മസ്റ്റായിട്ട് റിവിഷന് വേണ്ടിയിട്ട് വെക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് വെക്കുക. ആ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ് ആ പർട്ടിക്കുലർ ടോപ്പിക്ക് റിവൈസ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി പോവുക. ഷോർട്ട് നോട്ട്സ് വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ ടോപ്പിക്കുകളും അതുപോലെ തന്നെ പോർഷൻസും ഹൈലൈറ്റ് ചെയ്ത് വീണ്ടും പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മുടെ LSTD-AE പ്രിപ്പറേഷനുള്ള ഒരു ചെറിയ ടിപ്സുകൾ എന്ന രീതിയിൽ പറയാം. ഇനി നമുക്ക് നിങ്ങൾക്ക് എൻട്രിയോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെയുള്ള ഫോം ഫില്ല് ചെയ്യുക. LSTD-AEയുടെ നോർമൽ ആൻഡ് ലൈവ് ഗോൾഡ് ബാച്ചസ് നോർമൽ ആൻഡ് ഗോൾഡ് ബാച്ചസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാം കംപ്ലീറ്റ്ലി ഡിജിറ്റൽ ബോർഡ് ക്ലാസ്സസ് ആണ്. നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് നിങ്ങൾക്ക് ക്ലാസ്സസ് ഹാൻഡിൽ ചെയ്യുന്നത്. സോ താങ്ക് യു ഓൾ.